കുടയത്തൂർ സരസ്വതി വിദ്യാനികേതനിൽ ടാലന്റ് എക്സ്പോ നടന്നു. ഫിഫ അംഗീകാരമുള്ള ഭിന്നശേഷി ഫുട്ബോൾ പരിശീലകൻ PD പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാക്കിനകത്തും കലങ്ങിനടിയിലും ക്ലോസറ്റുകളിലും എല്ലാം വലിച്ചെറിയുന്ന ഇന്നത്തെ തലമുറയിൽ എൻ്റെ രക്ഷിതാക്കൾ എന്നെ നെഞ്ചോട് ചേർത്ത് വളർത്തി. അന്ന് ഈ കാണാൻ വന്ന ആൾക്കാർ പറഞ്ഞു, എടാ നീ സങ്കടപ്പെടണ്ട, നിനക്ക് വേണ്ടിയിട്ട് മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തരുന്നത് ചിലപ്പം ഈ മകനായിരിക്കും. എന്നെ നിരവധി ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. ഈ വശത്ത് കൈയില്ലാത്തതുകൊണ്ട് പുതിയ കൈ വെക്കുന്നതിനോ കാണിക്കുന്നതിനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത്, നീ ഒന്നും ചെയ്യണ്ട, നീ കുട്ടിയെ വളർത്തിട്ടാൽ മതി. എൻ്റെ രക്ഷിതാക്കൾ എന്നെ അത്രയധികം കരുതലോടെ വളർത്തി. ആ സമയത്ത് നിരവധി ആൾക്കാർ എന്നെ വിലയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ പറഞ്ഞത്, എനിക്കുണ്ടായ കുട്ടിയെ ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാൻ മരിക്കും വരെയും ഞാൻ കാത്തു സൂക്ഷിക്കും എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ കണ്ടുവരുന്നത്, ഇങ്ങനെയുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ ജനങ്ങളുള്ളിൽ എത്തിക്കാതെ എങ്ങനെ വീടിനുള്ളിൽ ഒതുക്കിയിടാം, അല്ലെങ്കിൽ എങ്ങനെ നശിപ്പിക്കാം, ഇങ്ങനെയുള്ള കുട്ടികളെ രക്ഷിതാക്കൾ നോക്കുമ്പോൾ ബാധ്യതയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി എന്നെ പഠിപ്പിച്ചു. നിങ്ങളെപ്പോലെ തന്നെ സ്കൂളിൽ വിട്ടു. മാതൃസമിതി രക്ഷാധികാരി പ്രേമി രാജീവ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ AR ശ്രീജ, വിദ്യാനികേതൻ മുൻ പ്രസിഡന്റ് KN രാജു, മാതൃസമിതി സെക്രട്ടറി ഷിജി രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജയലക്ഷ്മി രാജേഷ് കവിതയും നടാഷ അജിത് ലളിതഗാനവും പാടി. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കാലങ്ങളായി മാറാത്ത ബന്ധം. സിൽക്ക് എക്സ്പേർട്സ് സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്, തൊടുപുഴ.